സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാറ തോമസ് എഴുതിയ നാർമടിപ്പുടവ. പിറ്റേ ദിവസം നേരം പുലർന്നിട്ടും കട്ടിലിൽ നിന്ന് എണീക്കാൻ തോന്നിയില്ല. മനസ്സിൻ്റെ തളർച്ച ശരീരത്തെയും ബാധിച്ചതുപോലെ. ജീവചൈതന്യം നശിച്ച പ്രതീതി. എവിടെയോ മണിയടിക്കുന്ന ശബ്ദം കേട്ട് ഒരു കണക്കിന് എണീറ്റ് താഴെ ചെന്നു. തൻ്റെ മുഖത്തെ ദൈന്യഭാവം കണ്ടിട്ടാവണം കാഞ്ചന അടുക്കളപ്പണി സ്വയം ഏറ്റെടുത്തു. ചിത്തിക്ക് ഉടമ്പ് ശരിയല്ല പോലിരിക്കെ പോയി പടുത്തുങ്കോ, ഞാൻ വേലയെല്ലാം പണിയിട്ട് ഉന്നെ കൂപ്പിടറേൻ. കർശനമായി പറഞ്ഞാൽ പോലും കുനിഞ്ഞൊരു കുപ്പ എടുക്കാൻ മടിക്കുന്നവളാണ് കാഞ്ചന. തനിക്ക് വയ്യ എന്ന് കണ്ടപ്പോൾ ഈ കരുതലും സ്നേഹവുമാണ് തനിക്ക് ആകെയുള്ള സമ്പത്ത്. ഔഷധത്തിൻ്റെ ശക്തിയോടെ അത് തൻ്റെ ഹൃദയവിധകളെ തേച്ചു മായ്ക്കും. മനസ്സാശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. തനിക്ക് ഒന്നുമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോഴാണ് അവൾ സ്കൂളിൽ പോകാൻ തയ്യാറായത്. അപ്പ പതിവ് പോലെ കാപ്പി കുടി കഴിഞ്ഞ് പുറത്തേക്ക് പോയിരുന്നു. കുളിയും നനയും ഒന്നും ആയിരുന്നില്ല. പിൻപുറത്തെ മുറ്റത്ത് അലക്കുകല്ലിൻ്റെ പുറത്ത് വെറുതെ ഇരുന്നു. ഓഫീസിൽ പോകണമെന്നോർത്തപ്പോഴേ മനസ്സ് മടിച്ച് പിൻവാങ്ങുകയാണ്. ഇന്നലത്തെ സംഭവം കഴിഞ്ഞ് എങ്ങനെയാണ് അദ്ദേഹത്തെ അഭിമുഖീകരിക്കുക? ഇതുവരെ നോക്കിക്കണ്ട കണ്ണുകൾ കൊണ്ട് ഇനിയും തമ്മിൽ കാണാൻ കഴിയുമെന്നുണ്ടോ? എത്ര തന്നെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും മനസ്സുകൊണ്ട് ആ സാന്നിധ്യം അനുഭവപ്പെടുകയില്ലേ? തങ്ങൾ ഒന്നിച്ച് കഴിയേണ്ട ദിവസത്തിൻ്റെ നല്ല ഭാഗം മുഴുവൻ താൻ ധരിക്കേണ്ടതായ നിർവികാരതയുടെ മുഖം മൂടി ഒരു നിമിഷത്തേക്കെങ്കിലും തെന്നി മാറിപ്പോയാൽ വയ്യ. അതിനപ്പുറം ചിന്തിക്കാൻ കൂടി അശക്തയാവുകയാണ്. അപ്പ തിരിച്ചു വന്നപ്പോഴും താൻ ആ ഇരിപ്പായിരുന്നു. കനകം, ഉനക്ക് എന്നാ ആച്ച്? ഇന്നേക്ക് ഓഫീസിലേ പോക വേണ്ടമാ? തലവേദന എന്നൊരു ചെറിയ കളവ് പറഞ്ഞ് അപ്പാവുടെ ജിജ്ഞാസയെ ശമിപ്പിക്കാൻ കഴിഞ്ഞു. പിറ്റേ ദിവസം കോവിലിൽ തൊഴാൻ പോയത് അല്പം മനസ്സമാധാനം തേടാനായിരുന്നു. പക്ഷേ ശ്രീ വെങ്കിടാചലപതിയുടെ മുമ്പിൽ ആത്മബലത്തിനായി നിറകണ്ണുകളോടെ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞത് നിരാശയുടെ പ്രതീകം പോലെ തൻ്റെ മുമ്പിൽ നിന്ന് നടന്നകന്ന ആ രൂപമാണ്. തന്നെ സ്നേഹിച്ചതുകൊണ്ട് മാത്രം ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവൻ. എത്ര ഭാഗ്യദോഷിയാണ് താൻ! ജീവിതത്തിൽ ആദ്യമായി തന്നെ സ്നേഹിച്ച പുരുഷന് ദുഃഖത്തിൻ്റെ കയ്പുനീർ മാത്രമല്ലേ തനിക്ക് നൽകാൻ കഴിഞ്ഞുള്ളൂ? എന്തിനായി തങ്ങൾ തമ്മിലെടുത്തു? എന്തുകൊണ്ട് സ്നേഹിച്ചു പോയി? ഓ, ഈ വക വിചാരങ്ങളിൽ നിന്ന് തനിക്ക് മോചനമില്ലെന്നോ? ഈശ്വരൻ പോലും തന്നെ കൈവടിഞ്ഞ മട്ടാണ്. രാത്രിയിൽ ഉറങ്ങാതെ മനസ്സ് വിഷമിച്ച് കിടന്നതുകൊണ്ടാവണം കോവിലിൽ നിന്ന് വന്നപ്പോൾ തലകറങ്ങി നടപ്പടിയിൽ വീണത്. നെറ്റി അല്പം മുറിഞ്ഞതേയുള്ളൂ. കാഞ്ചന കരഞ്ഞ് ബഹളം വെക്കുന്നത് കേട്ട് ശങ്കരി മാമി ഓടിയെത്തി. എന്നാ ആച്ച് കനകം, ഇപ്പടി ഉടമ്പേ ഗൗനിക്കാമൽ ഇരുന്നാ? ഒരു വാരമാവത് ലീവ് പോട്ട് വീട്ടിലേ ഇര്. ഉടമ്പ് നല്ലാകട്ടും. സാധാരണ അസുഖങ്ങൾ ഒന്നും തന്നെ കാര്യമാക്കാറുള്ളതല്ല. പക്ഷേ ഇത്തവണ ശങ്കരി മാമയുടെ ഉപദേശം അപ്പാടെ സ്വീകരിക്കാൻ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തെ അഭിമുഖീകരിക്കുക എന്ന അഗ്നിപരീക്ഷയെ നേരിടാൻ തൽക്കാലം താൻ അശക്തയാണ്. ജയറാമിൻ്റെ കയ്യിൽ കമലത്തെ ഏൽപ്പിക്കാൻ ലീവ് ലെറ്റർ കൊടുത്തയച്ചു. 3 ദിവസങ്ങൾ കാണാതായപ്പോൾ കമലം തിരക്കിയെത്തി. ശങ്കരി മാമയുടെ സംസാരം കേൾക്കുന്ന ഭാവത്തോടെ നടപ്പടിയിൽ ഇരിക്കുകയായിരുന്നു. ചേച്ചി കൊള്ളാമല്ലോ. ഞാൻ വിചാരിച്ചു തീരെ കിടപ്പാണെന്ന്. നെറ്റി സ്വല്പം മുറിഞ്ഞെന്ന് കരുതി. ക്ഷീണം മാറാൻ 3 ദിവസം വേണോ? നമ്മളെപ്പോലെയുള്ളവർക്ക് വീട്ടിൽ ചുമ്മാതിരുന്നാലാണ് അസുഖം വരുന്നത്. നാളെ മടി പിടിച്ചിരിക്കാതെ ഓഫീസിൽ വന്നേക്കണം. ഇല്ലെങ്കിൽ ചേച്ചി ഫ്രഞ്ച് ലീവാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. പിറ്റേ ദിവസം തിരിച്ചും മറിച്ചും പല പ്രാവശ്യം ചിന്തിച്ച ശേഷമാണ് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. സെക്ഷനിൽ കടന്നപ്പോൾ മനസ്സ് നിറയെ ആശങ്കകളായിരുന്നു. അദ്ദേഹം വരുമ്പോൾ വേണ്ട മനഃശക്തിക്കായി അകന്നൊന്ന് പ്രാർത്ഥിച്ചു. തന്നെ കണ്ടപാടെ വരാന്തയിൽ നിന്ന് രാധാകൃഷ്ണൻ കൂടെ നടന്ന് അകത്ത് വന്നു. കനകം സാറ് 4 ദിവസം ലീവായിരുന്നതേ ഉള്ളൂ. ഇവിടെ വിശേഷങ്ങൾ തന്നെ വിശേഷങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വത്സ ചെറിയാൻ വലവീശൽ പരീക്ഷയിൽ തോറ്റു എന്നുള്ളതാണ്. നമ്മുടെ സൂപ്രണ്ട് വിവാഹാലോചനക്കാരെ പുറത്തു വിട്ടുപോലും. പിന്നത്തെ വാർത്ത അതിൻ്റെ അനുബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സൂപ്രണ്ട് സെക്ഷൻ മാറിയിരിക്കുകയാണ്. കനകൻ സാറ് പതിവില്ലാതെ അവധിയെടുത്തതാണ് കുഴപ്പമായത്. തൻ്റെ മുഖം വിളർന്നത് കണ്ടുകൊണ്ടാവണം അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാണേ. പിന്നെ നമ്മുടെ സൂപ്രണ്ട് സെക്ഷൻ മാറിയത് എന്താണെന്ന് എനിക്കറിയാം. വത്സപുരാണം അവസാനിച്ചില്ലേ? പാവം പെണ്ണിന് വെറുതെ ആശ കൊടുത്ത് കടന്നു. ഈ സെക്ഷനിലെ 2-3 പീപ്പിൾ ആ ന്യൂസ് അറിയുകയും ചെയ്തു.
അപ്പോൾ പിന്നെ ഒരധ്യായം പുതിയതായി തുടങ്ങുന്നതല്ലേ നല്ലത്? അയാൾക്ക് പുതിയ അധ്യായങ്ങൾ അങ്ങനെ പുറകെ പുറകെ തുടങ്ങരുതോ? നമ്മളെപ്പോലെ കുഞ്ഞുകുട്ടി പരാധീനമൊന്നുമില്ലല്ലോ. ഫ്രീ ബേഡ്. സോമന്റെ വക കമന്റ്. അദ്ദേഹം മാറ്റം വാങ്ങിയതിൻ്റെ ശരിയായ കാരണം അവർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ. നിരർത്ഥകമായ ദിവസങ്ങൾ. 3-4 പ്രാവശ്യം അദ്ദേഹത്തെ അവിചാരിതമായി കണ്ടു എന്ന് മാത്രം. തന്നെ കണ്ട മാത്രയിൽ ഒഴിഞ്ഞു മാറിയെങ്കിലും ആ കണ്ണുകളുടെ ഭാവം എങ്ങനെ മറക്കാനാണ്? ചിന്തിക്കാനുള്ള കഴിവും ഒരു ശാപമായി തീർന്നിരിക്കുകയാണ്. ജോലിയിൽ മുഴുകിയിരിക്കുമ്പോഴും മനസ്സിൻ്റെ ഒരു കോണിൽ ശിഥില ചിന്തകൾ വലകെട്ടിക്കൊണ്ടിരിക്കുന്നു. സ്വസ്ഥത നശിച്ച മനസ്സിൻ്റെ ഭാരം പേറിക്കൊണ്ടുള്ള ഈ ജീവിതം എത്ര ദുസ്സഹമാണ്. ഭാരിച്ച ചുമടിറക്കി വെക്കാൻ ഈ ജീവിതത്തിൽ ഒരു അത്താണിയും പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരമ്മയുടെ സ്ഥാനത്ത് കാഞ്ചനയോടുള്ള ഉത്തരവാദിത്തം കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇരുട്ടു മാത്രം പതിയിരിക്കുന്ന ദുർഘടമായ പാതയിലൂടെ ഈ ഭൂമിയിൽ ചവിട്ടിത്തള്ളാൻ വിധിച്ചിട്ടുള്ള ഈ ദീർഘകാലയളവ് സ്വയം അറുതി വരുത്തുമായിരുന്നു. ഇല്ല, മരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തനിക്ക് വിധിച്ചിട്ടില്ല. അന്തിമയങ്ങിയ നേരം. സ്കൂളിൽ നിന്ന് വന്നപ്പോഴേ തലവേദന എന്ന് പറഞ്ഞ് കാഞ്ചന മുകളിൽ പോയി കിടപ്പാണ്. പുറത്ത് തകർത്ത് പെയ്യുന്ന മഴ. അപ്പ വീട്ടിലെത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മഴ കാരണം എവിടെയോ കയറി നിന്നിട്ടുണ്ടാവും. കരിന്തിരി കത്താൻ തുടങ്ങിയ നിലവിളക്കിൽ എണ്ണ പകർന്നുകൊണ്ട് നിന്നപ്പോൾ വാതിലിൽ ആരോ മെല്ലെ മുട്ടുന്ന ശബ്ദം. ഈ മഴയത്ത് വന്നതാരാവും? തന്നെ പേര് ചൊല്ലി വിളിക്കുകയാണ് അപ്പാവുടെ പതിവ്. ശങ്കരി മാമിയും സ്ഥലത്തില്ല. പിന്നെ തന്നെ തിരക്കി വന്നത്? രേഴിയിൽ നിന്ന് ഉൾത്തിണ്ണയിലേക്കുള്ള വാതിൽ തുറന്ന് പുറത്തെ അഴിക്കഥകൾ മുഖം ചേർത്ത് നിൽക്കുന്നത് അദ്ദേഹമാണോ? കണ്ടത് സത്യമെന്ന് വിശ്വസിക്കാൻ നിമിഷങ്ങൾ വേണ്ടി വന്നു. ഈശ്വര, അദ്ദേഹമാണ് വന്നിരിക്കുന്നത്. താൻ എന്താണ് വേണ്ടത്? കൈകാലുകൾ മരവിച്ചതുപോലെ തൊണ്ട ഉണങ്ങിപ്പിടിച്ചു. കനകം, ഞാനാണ്, വാതിൽ തുറക്കില്ലേ? ആ വാക്കുകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നോ? യാന്ത്രികമായി കാലുകൾ മുന്നോട്ട് ചലിച്ചു. വാതിലിൻ്റെ സാക്ഷി തുറന്നു. സ്വയം മറന്നു നിന്ന നീണ്ട നിമിഷങ്ങൾ. വിരഹത്തിൻ്റെ ദാഹം ഉൾക്കൊണ്ട കണ്ണുകൾ പരസ്പരം ഒട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം ചിരിച്ചു. സൗഹൃദം തുളുമ്പുന്ന അതേ പുഞ്ചിരി, ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തി നോക്കുന്ന അതേ നോട്ടം. ഓ, എത്ര സുപരിചിതമാണ് ഈ മുഖഭാവം. മഴവെള്ളം കൊണ്ട് നനഞ്ഞ നെറ്റിയോട് ഒട്ടിച്ചേർന്ന മുടിച്ചിരുളുകൾ കൈകൊണ്ട് പുറകോട്ട് മാടിയൊതുക്കി അദ്ദേഹം അകത്തേക്ക് നീങ്ങി. തൻ്റെ കാലുകളും യാന്ത്രികമായി പിന്നോക്കം നീങ്ങിക്കൊണ്ടിരുന്നു. മരയിഴികളുടെ ഇടയിലൂടെ വരാന്തയിലേക്ക് പാളി വീഴുന്ന മഴത്തുള്ളികൾ. അദ്ദേഹം രേഴിയിൽ കടന്ന് വാതിൽ അമർത്തിച്ചാരി. ഹോ, ഈ വീട് കണ്ടുപിടിക്കാൻ കുറേ പാടുപെട്ടു. എല്ലാം ഒന്നുപോലെ. ഞാൻ ഇവിടെ ഇരുന്നോട്ടെ? അപ്പാവുടെ ബെഞ്ച് ചൂണ്ടിക്കാണിച്ച് ചോദിച്ചപ്പോഴാണ് ആദിത്യ മര്യാദ പോലും ഓർമ്മിച്ചത്. ഇരിക്കൂ. ഈ സമയത്ത് വീട് തേടി പിടിച്ചു വന്നത്? തൻ്റെ സ്വരം തനിക്ക് അപരിചിതമായി തോന്നി. എന്നെ തടയാൻ എനിക്ക് കഴിയാതെ പോയി. ആ മുഖത്തെ പ്രസന്നതയ്ക്ക് മങ്ങൽ വീണിരുന്നു. എനിക്ക് വരേണ്ടി വന്നു. ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദി വാക്കു പോലും പറയാതെ നാട് വിട്ടാൽ? നാട് വിടുന്നെന്നോ? കേട്ടത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. എന്ത്? എവിടെ പോകുന്നു? ജിജ്ഞാസ കൊണ്ട് വീർപ്പ് മുട്ടിപ്പോയി. അന്ന് ഡൽഹിയിൽ അപ്ലൈ ചെയ്ത ജോലി കിട്ടി. ഈ കൈകൾ എനിക്ക് ഒരു പുതിയ ജീവിതം നേടിത്തന്നിരിക്കുകയാണ്. തന്നിൽ നിന്ന് എന്ത് പ്രതികരണമായിരിക്കും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? സ്വാഭാവികമായും തനിക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? എന്തോ അറിയില്ല. മനസ്സിൽ എങ്ങു നിന്നോ മ്ലാനത ഉരുണ്ടുകൂടുകയായിരുന്നു. അദ്ദേഹം തന്നിൽ നിന്നും അകലുകയാണ്. നോക്കത്തെത്താ ദൂരത്തേക്ക്. ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാത്ത വിധം. കൺഗ്രാജുലേഷൻസ്. മറ്റെങ്ങോ നോക്കി അത്രയും പറഞ്ഞൊപ്പിച്ചു എന്നേയുള്ളൂ. അതിൽ കൂടുതലായി ഒന്നും എന്നോട് ചോദിക്കാനും പറയാനും ഇല്ലേ കനകം? മുറിവേൽപ്പിക്കപ്പെട്ട ആ സ്വരം ഹൃദയത്തിൽ എന്തോ കൊളുത്തി വലിച്ചു. എന്നിട്ടും ചുണ്ടുകൾ കടിച്ചു പിടിച്ച് മൗനം പാലിച്ചതേയുള്ളൂ. അടച്ചു മുദ്ര വെച്ച വികാരങ്ങളുടെ തടവറയാണ് തൻ്റെ ഹൃദയം. ജീവിതത്തിൽ ഇനി ഒരിക്കലും അത് തുറക്കാൻ പാടുള്ളതല്ല. വജ്രത്തിൻ്റെ ശക്തിയുള്ള ചൂഴ്ന്നിറങ്ങുന്ന ആ കണ്ണുകൾ പോലും തൻ്റെ ഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കാനിടയാവരുത്. മുഖം കുനിഞ്ഞുപോയി. കനകം, ഇങ്ങോട്ട് നോക്കൂ. എന്നെ കാണാൻ കൂടി മനസ്സ് വരുന്നില്ലേ? ഇത്രയ്ക്ക് അകറ്റി നിർത്തക്കവണ്ണം ഞാൻ ദോഷിയായി പോയോ? ഞാൻ ഇപ്പറയുന്നത് മനസ്സ് വെച്ച് കേൾക്കൂ. നമുക്ക് വേണ്ടി അല്ല, എനിക്ക് വേണ്ടി തന്നെ. എൻ്റെ സ്വാർത്ഥത കൊണ്ട് പറഞ്ഞു പോവുകയാണ്. എങ്കിലും കേട്ടേ തീരൂ. ഹൃദയം ശക്തിയായി പിടയ്ക്കുകയാണ്. ഇല്ല ഇല്ല. ആ മുഖത്ത് നോക്കി, ആ ശബ്ദം കേട്ട്
നിർവികാരത പാലിക്കാൻ താൻ അശക്തിയാണ്. കണ്ണുകളെ അകറ്റി നിർത്തി കാതുകളെ കൊട്ടിയടയ്ക്കുവാൻ മനസ്സുകൊണ്ട് കരുതൽ നടപടി എടുക്കാനുള്ള വെപ്രാളമായിരുന്നു കനകം. പുതിയ നാട്, പുതിയ ചുറ്റുപാടുകൾ, നമുക്കൊന്നിച്ചൊരു ജീവിതം അവിടെ സാധ്യമല്ലേ? സമുദായത്തെ ഭയക്കേണ്ട ആവശ്യമില്ല. അച്ഛൻ്റെയും കാഞ്ചനയുടെയും കാര്യമോർത്ത് വിഷമിക്കേണ്ട. അവരെ ഞാൻ സംരക്ഷിക്കാം. എന്നെ വിശ്വസിക്കൂ. ഇതാ എൻ്റെ മുഖത്തേക്ക് നോക്കൂ കനകം. എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്നോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? കരിങ്കൊല്ലുകൊണ്ട് ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്ന് സമാധാനിച്ചിരുന്ന ഹൃദയഗോപുരത്തിൻ്റെ അടിത്തറ ഉലയുകയാണ്. അദ്ദേഹവും ഒത്തൊരു ജീവിതം, ഏകാന്തതയുടെ അഴിക്കൂട്ടിൽ നിന്നുള്ള മോചനം, തലനാരിഴകളെ കൂടെ പിടിച്ചുലയ്ക്കുന്ന ലഹരി. ഈശ്വര, തനിക്കെന്താണ്? ഈ മോഹജാലത്തിൽ കടകുപുഴകി വീഴാതെ പിടിച്ചു നിൽക്കാൻ ഏതുമില്ലേ? പാദസരങ്ങളുടെ മണികിലുക്കും മോഹമൂർച്ചയിൽ അമർന്ന ബുദ്ധിമണ്ഡലത്തിൽ അതിൻ്റെ തുടർച്ചയായുള്ള പ്രതിധ്വനികൾ. ഞെട്ടിത്തിരിഞ്ഞു നോക്കി കോണിച്ചുവട്ടിൽ കാഞ്ചന. വിസ്മയം കൊണ്ട് വിടർന്ന കണ്ണുകൾ. ഹൃദയത്തിൻ്റെ അടിത്തട്ടുലച്ച് ആഞ്ഞു വീശിയ കൊടുങ്കാറ്റ് മന്ത്രശക്തി കൊണ്ടെന്ന പോലെ ഞൊടിയിട കൊണ്ടടങ്ങി. മുഖം തിരിച്ച് അദ്ദേഹത്തെ നോക്കിയപ്പോൾ മനസ്സിൻ്റെ സമനില വീണ്ടു കിട്ടിയിരുന്നു. ഇല്ല, ഈ ചുറ്റുപാടുകൾ വിട്ട് മറ്റൊരു ജീവിതം എനിക്ക് സാധ്യമല്ല. എന്നോട് ക്ഷമിക്കൂ. തീക്കനൽ വീണതുപോലെ ആ മുഖം മങ്ങിക്കഴിഞ്ഞു. തൻ്റെ വാക്കുകൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയാത്തതുപോലെ ദീർഘനേരം നോക്കി നിന്നു. ഒന്നും തന്നെ മിണ്ടിയില്ല. പിന്നെ തിരിഞ്ഞു നടന്നു. നടവാതിലോളം ചെന്നു. പെട്ടെന്ന് അദ്ദേഹം നിന്നു. സാവധാനം തിരിഞ്ഞു നോക്കി. യാത്ര ചോദിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. എന്നെങ്കിലും ഈ അഭിപ്രായത്തിന് മാറ്റമുണ്ടായാൽ ഞാൻ കാത്തിരിപ്പുണ്ടെന്ന് മറക്കരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റൊരു സ്ത്രീയെ സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഒരു നിമിഷം ആ കണ്ണുകൾ ആർത്തിയോടെ തന്നിൽ പരതി നടന്നു. പിന്നെ കുട നിവർത്ത് പടികളിറങ്ങി. സ്വയം മറന്നു നോക്കി നിന്നു പോയി. കൂരിരുട്ടിൽ പാളി വീണ മിന്നലിൻ്റെ വെളിച്ചത്തിൽ നടന്നകന്നു പോകുന്ന ആ രൂപം ഒരിക്കൽ കൂടി തെളിഞ്ഞു കണ്ടു. പുറകെ ആകാശം നടുക്കിക്കൊണ്ടുള്ള ഒരിടിമുഴക്കം. സർവവും അവസാനിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇനി ഒരിക്കലും കാണുകയില്ലായിരിക്കാം. അതേ സൗഹൃദം തുളുമ്പുന്ന ആ മുഖം ഇനി ഞാൻ കണ്ടെന്നിരിക്കില്ല. മുഴക്കമുള്ള ആ ശബ്ദം കേട്ടെന്നിരിക്കില്ല. ഇരുളിലാണ്ട തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം സ്വയം പ്രകാശിക്കുന്ന ഒരു പിടി ഓർമ്മകൾ മാത്രമായി തീരും. മങ്ങലേൽക്കാതെ അണയാതെ ഒരു നിധി പോലെ താൻ അവയെ കാത്തു സൂക്ഷിക്കും. ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഏകാന്തതയുടെ നിമിഷങ്ങളിൽ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ നോക്കിക്കൊണ്ട് ആശ്വാസമടയാൻ. ചിത്തി ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കാഞ്ചന തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഉത്കണ്ഠ നിറഞ്ഞ നോട്ടം. ഒന്നും സംഭവിക്കാത്തതുപോലെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. നീ പൂരാ നനഞ്ഞു പോയിട്ടേതേ ചിത്തി. താൻ ആകെ മഴവെള്ളത്തിൽ കുതിർന്നിരിക്കുന്നു എന്ന് അപ്പോഴാണ് ബോധം വീണത്. നനഞ്ഞ സാരി പിഴിഞ്ഞുണക്കാൻ ശ്രമിച്ചില്ല. മുഖത്ത് പറ്റി നിന്ന വെള്ളത്തുള്ളികൾ പോലും തുടച്ചു നീക്കിയില്ല. ചിത്തി, ശീഘ്രം പോയി തലയെ തുടച്ചുങ്കോ. പറവാല്ലേ, വാ, ഉള്ളേ പോകലാം. കതക് യാന്ത്രികമായി അമർത്തിയടച്ച് തിരിച്ചു നടന്നു. ചിത്തി വിളിച്ചിട്ട് തുടർന്ന് ഒന്നും പറയാതെ അവൾ, ഞാനെല്ലാം കേട്ടേൻ. നീ ചെയ്തത് ശരിയല്ല ചിത്തി. എട്ടും പൊട്ടും തിരികെയില്ലെന്ന് താൻ കരുതിയിരുന്ന പെൺകുട്ടി തന്നെ ന്യായം വിധിക്കാൻ പോന്നവണ്ണം വളർന്നെന്നോ. വിസ്മയം കൊണ്ട് സ്തബ്ധയായിപ്പോയി. നീ അവരെ ഇഷ്ടപ്പെടലയാ? പിന്നെ എതുക്ക് ഇപ്പടി? നിർത്ത്. இந்த மாதிரி എങ്കിട്ടേ പേശ ഉനക്ക് എന്ന ധൈര്യം? ക്ഷോഭം കൊണ്ട് താൻ അടിമുടി വിറയ്ക്കുകയായിരുന്നു. ഉറക്കെ പറഞ്ഞാൽ മുഖം വീർപ്പിച്ചു പോകുന്ന പെൺകുട്ടിയാണ് അവൾ. കൊച്ചു പെണ്ണിനെ പോലെ തൻ്റെ മുൻപിൽ വിതുമ്പി വിതുമ്പി കരയുകയാണ്. എന്താണ് പെട്ടെന്ന് ഈ ഭാവവ്യത്യാസം? കാഞ്ചന, ഉനക്ക് എന്ന ആച്ച്? എൻ ചിത്തി മുട്ടും എപ്പവും ഇപ്പടി തനിയാ? എതുക്കാഹ? ഓ, എന്നാലേ അത് സഹിക്ക മുടിയാലേ ചിത്തി. അവളുടെ തേങ്ങലുകൾ ഉച്ചത്തിലായിരുന്നു. അതിൻ്റെ അലകൾ ഹൃദയത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. താൻ സ്ത്രീയുടെ ഏറ്റവും ശക്തമായ ഭാവമായി രൂപാന്തരപ്പെടുകയായിരുന്നു. മാതൃത്വത്തിൻ്റെ അചഞ്ചലമായ അജേയമായ ആവേശത്തോടെ അവളെ മാറോടടക്കി പിടിച്ചു. കാഞ്ചനെ, എനിക്ക് നീ മാത്രം മതി, നീ മാത്രം. കൈകൾ അവളെ തനിച്ചു പിടിച്ചപ്പോൾ, ചുണ്ടുകൾ അവളുടെ നനഞ്ഞ കണ്ണുകളെ ഉമ്മവച്ചപ്പോൾ ഹൃദയം നിശബ്ദം മന്ത്രിക്കുകയായിരുന്നു. ഇന്ന് കാഞ്ചന തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നേക്കുമായി. ശൂന്യതയുടെ അന്ധകാരം നാലുപാട് നിന്നും ഇരുണ്ട് കറുത്ത് ഗ്രസിക്കാൻ പതിയിരിക്കുന്ന തൻ്റെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ വെളിച്ചം പരത്തിയ ഏകമാത്രമായ നെയ്ത്തിരി ഇനി, അതെ,
ഇനി കണ്ണുകളിൽ പടർന്നു കയറിയ ഇരുട്ട് തലച്ചോറിലേക്ക് അതിവേഗം വ്യാപിക്കുകയായിരുന്നു. നോവൽ അവസാനിച്ചു. നന്ദി. പ്രിയ ശ്രോതാക്കളെ, എൻ്റെ വായന നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്.